ഈശ്വര, അയാള് നല്ല വയലന്റാ. പാറുവിനെ കണ്ട അവസ്ഥ ഇനി മോശമാവും. അതുകൊണ്ടാ നിന്നോട് മുറിയിൽ തന്നെ ഇരിക്കാൻ ഞാൻ പറഞ്ഞത്. കൈലാഷ് സാറിന് എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് എന്നോട് തീർക്കണം. എന്തിനാ ഈ ഹോസ്റ്റലൊക്കെ തല്ലിപ്പൊളിക്കുന്ന? ഭൂമിക മാഡോ ഈ ഹോസ്റ്റലിലെ ബാക്കി പെൺകുട്ടികളോ എന്ത് തെറ്റാ ചെയ്ത്? ഞാനിപ്പൊ തന്നെ പോയി അദ്ദേഹത്തെ തടയും. നിനക്കെന്തോ ഒരു ബോധമില്ലേ? അയാള് താഴെ എല്ലാം തല്ലി തകർക്കുവാണെന്ന് പറഞ്ഞത് കേട്ടില്ലേ? ഇപ്പൊ അയാളുടെ മുന്നിൽ ചെന്ന കൈലാസ് സാറ് നിന്നെ എന്തെങ്കിലും ചെയ്തെന്ന് വരും. നീ ഈ മുറി വിട്ട് എങ്ങോട്ടും പോണ്ട. കുറച്ചുനേരം ബഹളം വെച്ചതിന് ശേഷം നിന്നെ കാണാതാവുമ്പോ കൈലാസ് സാറ് തിരിച്ചു പൊക്കോളൂ. അങ്ങനെ പേടിച്ചു മാറി നിൽക്കാൻ മാത്രം വലിയ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ കൈലാഷ് സാറിനെ കാണും. പാറു, 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 നിന്നെ പാറു, ഇവളെന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നേ? അവിടെ എന്ത് നടക്കുമെന്ന് ആലോചിക്കുമ്പോ തന്നെ എനിക്ക് പേടിയാവുക. നീ വാ. കൈലാഷ് സാറ് എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നേ? ചെന്ന് തടയും മുത്തേ. ഇത്രയും കാലം കൈലാഷിന്റെ സൗഹൃദം മാഡം ആസ്വദിച്ചതല്ലേ? ഇനി കൈലാഷിന്റെ ദേഷ്യം എങ്ങനെ ഇരിക്കുമെന്ന് അവരൊന്ന് അനുഭവിച്ചറിയട്ടെ. എന്നെ എല്ലാവരുടെ മുമ്പില് മുഴുവൻ ഭ്രാന്തനാക്കിയപ്പോ നിനക്ക് സമാധാനായോ? ഇവൾ എന്ത് തെറ്റാ ചെയ്തേ? ഇവളുടെ മനസ്സിൽ എന്താണെന്ന് അറിയാതെ ഇവളെ പ്രേമിച്ചത് കൈലാഷ് സാറ് ചെയ്ത തെറ്റല്ലേ? ശരിയാ, അത് എന്റെ തെറ്റ് തന്നെയാ. പണവും പഠിപ്പും ഒന്നും നോക്കാതെ മനസ്സ് മാത്രം കണ്ട് ഞാൻ ഇവളെ പ്രേമിച്ചത് തെറ്റാ. ഞാൻ എല്ലാവരോടും അഭിമാനത്തോടെ പറയാറുണ്ട്, പാർവതിക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രം അറിയൂന്ന്. പക്ഷെ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്ന നീ എന്നോട് ഇത്ര വലിയ ക്രൂരത കാണിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എല്ലാവരുടെയും നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന നീ ഞാൻ നശിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ഞാൻ കരുതിയില്ല. ഞാൻ ഒരിക്കലും അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല. ആഗ്രഹിച്ചു. നീ അങ്ങനെ ആഗ്രഹിച്ചില്ലെങ്കിൽ എന്റെ മുഖത്ത് നോക്കി പ്രിയനെ ഇഷ്ടമാണെന്ന് നീ പറയൂ. അത് കേട്ടപ്പോ ഞാൻ അനുഭവിച്ച വേദന നിനക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. ഇതിനെല്ലാത്തിനും കാരണക്കാരൻ ആ ചതിയനാ. പ്രിയൻ ആ ഫ്രോഡാണ് എല്ലാത്തിനും കാരണക്കാരൻ. നിനക്ക് അവന് ഇഷ്ടമാണെന്ന് പറഞ്ഞ നിമിഷം തന്നെ അവനെ കൊല്ലാൻ എനിക്ക് തോന്നിയത്. പക്ഷെ നീ അവന്റെ മുന്നിൽ വന്നു നിന്ന് അവനെ രക്ഷിച്ചു. അവനെ കൊല്ലുമെങ്കിൽ നിന്നെയും കൊല്ലാൻ നീ പറഞ്ഞില്ലേ? ആ നിമിഷം ഉള്ളുകൊണ്ട് ഞാൻ മരിച്ചു. നിനക്ക് വേണ്ടി എന്റെ ഫാമിലി പോലും ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറായതാ. അതിന് നല്ലൊരു ഗിഫ്റ്റാ നീ എനിക്ക് തന്നത്. ജീവിതകാലം മുഴുവൻ നീ എന്റെ മനസ്സിലുണ്ടാക്കിയ മുറിവിന്റെ നീറ്റലുണ്ടല്ലോ, അതങ്ങനെ തന്നെ ഉണ്ടാവും. ദൈവം എന്തിനാണാവോ നിന്നെ എന്റെ ജീവിതത്തിലേക്ക് വരുത്തിയത്? നിന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഇത്രയും വേദന ഒരിക്കലും സഹിക്കേണ്ടി വരില്ലായിരുന്നു. നിന്നോടൊരു പക്ഷെ എനിക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞെന്ന് വരും. പക്ഷേ ആ പ്രിയൻ, അവനെ ഞാൻ വെറുതെ വിടില്ല. എന്റെ കൂടെ നിന്ന് കൂട്ടുകാരനെ പോലെ അഭിനയിച്ച് അവൻ എന്നെ ചതിച്ചു. അവനോട് എന്റെ കൺമുമ്പിൽ വന്നു പോരെന്ന് പറഞ്ഞേക്ക്. അങ്ങനെ സംഭവിച്ച അവന്റെ അവസാനം എന്റെ കൈ കൊണ്ടായിരിക്കും. കൈലാഷ്, പ്രിയൻ നിന്നെ ചതിച്ചിട്ടൊന്നുമില്ല. അവൻ മാത്രമല്ല, നിങ്ങളും എന്നെ ചതിക്കായിരുന്നു. എന്റെ അമ്മയുടെ സ്ഥാനത്തുനിന്ന്
പാർവതിയുടെ അച്ഛനോടും അമ്മയോടും എനിക്ക് വേണ്ടി കല്യാണം ആലോചിച്ചിട്ട് ഇപ്പൊ ആ ചതിയനുമായി ഇവളുടെ കല്യാണം നടത്താനല്ലേ നിങ്ങൾ ശ്രമിച്ചത്? പ്രിയനെ പോലെ നിങ്ങളും എന്നെ ചതിക്കായിരുന്നു. എന്നെ നിങ്ങൾ ഇത്രമാത്രം വേദനിപ്പിച്ചിട്ടു എനിക്ക് നിങ്ങളാരും ദ്രോഹിക്കാൻ കഴിയുന്നില്ല. അതാ ആ ദേഷ്യം ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളുടെ മേലെ ഞാൻ കാണിക്കുന്നത്. ഇനിയെങ്കിലും ആരും ഇങ്ങനെ ചതിക്കരുത്. മറ്റാർക്കും എന്റെ ഈ അനുഭവം ഉണ്ടാവരുത്. നീ എന്തിനാ ഇവൾക്ക് വേണ്ടി ഇത്ര വേദനിക്കുന്നേ? നീ ഇവൾക്ക് വേണ്ടി ഇങ്ങനെ സ്വയം നശിക്കരുത്. ഇവൾക്ക് നിന്നെ സ്വന്തമാക്കാനുള്ള ഭാഗ്യം ഇല്ലാന്ന് കരുതിയാ മതി. ഇത്രയൊക്കെ സംഭവിച്ചതിന് ശേഷം എനിക്ക് ഇവളെ മറക്കാൻ കഴിയുന്നില്ല. അത് പറഞ്ഞ ഇവക്ക് മനസ്സിലാവില്ലല്ലോ. ഇപ്പോഴെങ്കിലും എല്ലാവരുടെയും തനി നിറം നിനക്ക് മനസ്സിലായില്ലേ? ഇനിയെങ്കിലും എല്ലാവരെയും നിർത്തേണ്ടടുത്ത് നിർത്താൻ ശീലിക്ക. മാഡത്തിന്റെ അക്കൗണ്ടിലേക്ക് 1 lakh rupees ഇട്ടിട്ടുണ്ട്. ഈ തല്ലി പൊട്ടിച്ചാനുള്ള നഷ്ടപരിഹാരം പോരെങ്കിൽ പറഞ്ഞാ മതി. വാ കൈലാഷ്. ഇവരാരെയും വിശ്വസിക്കരുത്. They are all cheaters. കം നോക്കിക്കോ കൈലാഷ്. നിങ്ങൾ ആരെയും ഞാൻ വെറുതെ വിടില്ല. കൈലാഷ് നടക്കൂ. കേറ്. മതി, വന്നേ. ആരെയും ഞാൻ വെറുതെ വിടില്ല. കേറ് കൈലാഷ്.